ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു മാത്സ് മാജിക്. ഇന്ന് ഞാൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ തൊട്ടടുത്ത ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇൻ ദി ഫോളോയിങ് AP ഫൈൻഡ് ദ മിസ്സിംഗ് ടേംസ് ഇൻ ദി ബോക്സസ്. ഇവിടെ ഒരു AP തന്നിട്ടുണ്ട്. അതിൽ സെക്കൻഡ് ടേമും തേർഡ് ടേമും മിസ്സിംഗ് ആണ്. അത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസിനെ ഡി എന്ന് അസ്യൂം ചെയ്യുകയാണ്. ലെറ്റ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി ഗിവൺ AP ബി ഡി. ദെൻ A ഈക്വൽ ടു 5. അതായത് ഫസ്റ്റ് ടേം A ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 5 ആണ്. പിന്നെ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഫോർത്ത് ടേം ആണ് അല്ലേ. അപ്പോൾ ഫോർത്ത് ടേം എന്ന് പറയുന്നത് ഇവിടെ 9/1/2. ഫോർത്ത് ടേം 9/1/2 ആണ്. അപ്പോൾ നമ്മൾ nth ടേമിൻ്റെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്, A + n - 1 × D. അപ്പോൾ ഇവിടെ ഫോർത്ത് ടേം nth ടേം ആണെങ്കിൽ A + n - 1 × D ഈക്വൽ ടു 9/1/2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് ആ ഫോർത്ത് ടേം എന്നിന് പകരം 4 ഇട്ട് കൊടുക്കാം. എക്ക് പകരം 5 ഇട്ട് കൊടുക്കാം. അതായത് 5 + 4 - 1 × D ഈക്വൽ ടു 9/1/2. ആദ്യം nth ടേമിൻ്റെ ഇക്വേഷൻ എഴുതാം. A + n - 1 × D, പിന്നെ 5 + 4 - 1 × D, വിച്ച് ഈസ് ഈക്വൽ ടു 9/1/2. അപ്പോൾ 4 - 1 × D എന്ന് പറഞ്ഞാൽ 3D ആണ്. സോ 5 + 3D ഈക്വൽ ടു 9/1/2. 3D ഈക്വൽ ടു 9/1/2 - 5. അപ്പോൾ 9/1/2നെ നമുക്ക് ഇംപ്രോപ്പർ ആക്കുമ്പോൾ 19/2 എന്ന് വരും അല്ലേ. 19/2 - 5. അത് LCM 2 ആണ്. അപ്പോൾ LCM കണ്ട് സബ്ട്രാക്ട് ചെയ്യുക. സോ 19 - 10/2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 9/2. അപ്പോൾ 3D ഈക്വൽ ടു 9/2 എന്ന് വരും. സോ D ഈക്വൽ ടു 9/2 × 3. അതായത് 3Dയിലെ 3 ഡിനോമിനേറ്ററിലേക്ക് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 3/2. അപ്പോൾ നമുക്കിവിടെ ഡിയുടെ വാല്യൂ 3/2 കിട്ടി. പിന്നെ ഫസ്റ്റ് ടേം 5 ആണെന്ന് അറിയാം. അപ്പോൾ സെക്കൻഡ് ടേം എങ്ങനെ എഴുതും? സെക്കൻഡ് ടേം ഈക്വൽ ടു A + D, ദാറ്റ് ഈസ് 5 + 3/2. ഇവിടെയും LCM കണ്ട് ആഡ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 5 × 2 10 ആണ്. 10 + 3/2 വിച്ച് ഇസ് ഈക്വൽ ടു 13/2. 13/2നെ മിക്സ്ഡ് ഫ്രാക്ഷനിലാക്കുമ്പോൾ 6/1/2 എന്ന് വരും. കാരണം നമുക്കിവിടെ ഫോർത്ത് ടേം മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ആ സെക്കൻഡ് ടേമും മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കിയത്. ഇനി തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 13/2 എന്ന് തന്നെ എഴുതിയാൽ മതി. കാരണം നമുക്ക് D കിട്ടിയിരിക്കുന്നത് 3/2 ആണല്ലോ. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ 13/2 + 3/2 = 16/2, വിച്ച് ഇസ് ഈക്വൽ ടു 8. ഹെൻസ് ദ മിസ്സിംഗ് ടേംസ് ആർ 6/1/2 ആൻഡ് 8. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തന്നിരുന്നു. ഫോർത്ത് ടേമിൻ്റെ ഇക്വേഷൻ എഴുതി അതിൽ നിന്നും നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടി. പിന്നെ എയുടെ വാല്യൂ 5 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഡിയുടെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും. അതിനോടുകൂടെ വീണ്ടും ഡി ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.